അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ +1 +2 ഒരുമിച്ചായിരുന്നു. പിന്നെ 5th മുതൽ +2 വരെ ഞങ്ങൾ രണ്ടാളും ഒരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ മക്കളെ 3 ഞാൻ എൻ്റെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കുട്ടികളവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് എന്നെ ഓഡിറ്റോറിയത്തിലാക്കി തരാമെന്ന് പറഞ്ഞതാട്ടോ. ഞാൻ കുറച്ച് നേരത്തെ ഒരുങ്ങിയിരിക്കണം, കാരണം എൻ്റെ 2-3 ഇവിടെ തേങ്ങടലും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് 3 ഏൽപ്പിച്ചിട്ട് പോകണം. പേളി പറഞ്ഞ പോലെ നമ്മൾ ഈ കല്യാണത്തിനും നമ്മളെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ കുട്ടികളായിട്ട് പോയാൽ അത് നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകളോടൊന്ന് നല്ലപോലെ സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ നമ്മളെ ജാസിൻ്റെ അടുത്തുള്ള വാച്ചൊക്കെ കെട്ടിയിരിക്കണം. ഞാൻ വെറുതെ തമാശക്ക് പറയണത് 3 ലാഖിൻ്റെ വാച്ചൊന്നുമല്ല, അത് ഞാൻ ആ വീഡിയോയിൽ തമാശക്ക് പറഞ്ഞാണ്. ഇപ്പോൾ ആരും സീരിയസ് ആയി എടുക്കണ്ട, ഞാൻ വലിയ തള്ളിയതാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ ഹയാത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കണേ. ഇവിടെയാണ് നമ്മളെ കല്യാണം. പഠിച്ച തമ്പുരാൻ ആരും വന്നിട്ടില്ല കല്യാണത്തിന്, ആകെ കുറച്ചാളെ വന്നിട്ടുള്ളൂ. ഞാനാണ് തോന്നുന്നു ഫസ്റ്റ് ഇവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരൊക്കെ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്ര നേരത്തെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. പിന്നെയാണെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയിൽ നിന്ന് സംസാരിക്കാമെന്ന് കണ്ടില്ലേ, ഓഡിറ്റോറിയം ഒഴിഞ്ഞ് കിടക്കണേ, ഞാൻ മാത്രമുണ്ട്. അപ്പോൾ അതാ ബിബിൻ്റെ അച്ഛൻ വന്നിട്ട് എനിക്ക് ഞാൻ അവിടുന്ന് ജ്യൂസ് കുടിക്കാനിട്ട് എൻ്റെ അകത്ത് കൊടുന്നു തന്നിട്ടോ. നല്ല സ്വഭാവമുള്ള ആൾക്കാരാട്ടോ അവർ. അപ്പോൾ അതാ എൻ്റെ ചങ്ക് വരുന്നുണ്ട്. ഇവള് മലപ്പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ അവളെ മുഖം കാണിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിരിക്കണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബ്ലറാക്കിയത്. പിന്നെ അതെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ തിന്നാന്ന് വിചാരിച്ചത്. നല്ല ലഗോൺ ബിരിയാണി ഉണ്ട്, പിന്നെ നല്ല സദ്യയാണ്. സദ്യ തിന്നാന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് നോൺ വെജ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി. ഒന്നാമത് ലഗോൺ ബിരിയാണി നല്ല ടേസ്റ്റാണല്ലോ, നല്ല രസമുള്ള ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബിരിയാണി കഴിച്ച് വന്നപ്പോൾ ഞങ്ങളെ മറ്റൊരു ചങ്ക് വന്നിക്കണ്. അവൾ വരാൻ കുറച്ച് നേരം വൈകിയല്ലോ, ബസ് കാത്തു നിന്നുകൊണ്ടാണ് എത്രയും നേരം വൈകിയത്. ഇത് കല്യാണമുള്ള ബിബിൻ്റെ അയൽവാസി കൂടി ആയിട്ടവൾ. അപ്പോൾ അവളെ മോള് ഓരോന്ന് പറഞ്ഞ് കുറുമ്പൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അവൾ ഞങ്ങൾ പറയും ഫുഡ് കഴിക്കാൻ പോയിക്കോ, ഞങ്ങളെ വണ്ടി ഇരിക്കണ്ട, കാരണം ഇനി തിരക്കാവും, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി തിരക്കായ ടൈമായില്ലേ. അപ്പോൾ പെണ്ണ് ഓരോന്ന് കാണിക്കുക കേട്ടോ മുഖം കൊണ്ടൊക്കെ. ഓൾക്ക് ഞങ്ങളെ ചെറിയ പരിചയം ഉണ്ട് തോന്നി, ഞങ്ങളിപ്പോൾ അടുത്തൊന്ന് കൂടിയെന്ന് എല്ലാവരും കൂടെ. അപ്പോൾ അവൾക്ക് ഞങ്ങൾ ചെറിയൊരു പരിചയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ക്ലാസ്സിലുള്ള ബോയ്സാണ് ഇതൊക്കെ. ഈ ബ്ലൂ ഷർട്ട് ഇട്ടത് നമ്മളെ കല്യാണ ചെക്കൻ്റെ റിലേറ്റീവ് കൂടി കേട്ടോ. അപ്പോൾ അത് നമ്മളെ വിപിന് വന്നിക്കണ്, വിപിനും വൈഫും കുട്ടിയൊക്കെ വന്നിക്കണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് കുറേ കാലത്തിന് ശേഷം കാണില്ല. അപ്പോൾ ഇതിന് മോളിട്ട് വന്നിക്കണം, മോളെ നോക്കണ ഡ്യൂട്ടി അവനാണ് ഇപ്രാവശ്യം. അവൻ്റെ ഭാര്യ വന്നിട്ടില്ല കല്യാണത്തിന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുക കേട്ടോ. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളാണ് ആഷിക്ക്, നമ്മളെ സ്കൂളിൽ സാർ തന്നെയാണ് അവന്. അപ്പോൾ നമ്മളെല്ലാവരും പഴയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ബാക്ക് പോയിരുന്നാണ്. അപ്പോൾ നമ്മൾ കല്യാണ ചെക്കന് വന്നിക്കണ്, കുറച്ച് വൈകിക്കണ്. ഇവരെന്താ ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ട് കുറച്ച് വൈകിക്കണ്. എൻ്റെ അമ്മ വിളി തുടങ്ങിയിരിക്കണ്, കുട്ടി കരയുണ്ട്, ഞാൻ പോകുന്ന പാടം അവൻ കരയിൽ തുടങ്ങിയിരിക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തത് എത്ര ആളെ വന്നിട്ടുള്ളൂ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന്. എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വന്നപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ കല്യാണ ചെക്കൻ്റെ വക ഒരു എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ അപ്പോൾ ഓട്ടോയിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇനിയും മക്കളെ കൂട്ടാൻ വേണ്ടി വരും ഇനി. അപ്പോൾ തന്നെ നമ്മളെ കല്യാണ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.